ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ള എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ബിരിയാണി ആയിട്ടാണ് കേട്ടോ. അതും ബീഫ് ദം ബിരിയാണി. നമുക്ക് എന്ത് ഫംഗ്ഷൻ വന്നാലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരൈറ്റമല്ലേ ബിരിയാണി. അപ്പോൾ എങ്ങനെ ബിരിയാണി അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനതിനു വേണ്ടി ഫസ്റ്റ് തന്നെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. 1 കിലോ ബീഫാണ് എടുത്തത്. ഞാൻ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ടാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ സാധാരണ ബിരിയാണി കട്ട് ചെയ്യുന്ന പോലെ കുറച്ച് വലുപ്പത്തിലും കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിതാ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഞാനിതാ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു 8 വിസിലിട്ട് വേവിച്ചെടുക്കാൻ പോവാണ്. അതിനിതാ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്തിട്ട് ഒരു 10 പച്ചമുളക് എടുത്തിട്ട് കട്ട് ചെയ്ത് ചേർത്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഒരു 3 ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് പിന്നെ ഒരു കൈപ്പിടി നിറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇനി നമുക്ക് ബീഫ് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത്. എന്നിട്ട് ആ ചൂടായി വരുമ്പോൾ ഒരു 8 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് സ്ലൈസായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതാ ഒന്ന് നല്ലോണം തന്നെ ഉള്ളി ഇളക്കി സോഫ്റ്റാക്കി എടുക്കാം. ഞാനിപ്പോൾ ഉള്ളി നല്ലോണം അടിച്ചൊക്കെ വെച്ചിട്ടാട്ടോ വാട്ടിയെടുക്കുന്നത്. നമുക്ക് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ളി എത്രത്തോളം വാടി കിട്ടുന്നു അത്രത്തോളം നമ്മളെ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉള്ളി നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം ഞാനൊരു 3 വലിയ തക്കാളിയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഇളക്കിയിട്ട് വാട്ടിക്കൊടുക്കുക. ഉള്ളിയും തക്കാളിയും നല്ലോണം പേസ്റ്റ് പോലെ വാടി കിട്ടണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. അടിച്ച് വെച്ച് വേവിച്ചാൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് തന്നെ സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ അടിച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ മിക്സാക്കി നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കട്ടോ. ഇതിലേക്ക് നമ്മൾ കൂടുതൽ പച്ചമുളക് എടുക്കുന്നത് വെച്ചാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി മാത്രമേ എരിവിന് വേണ്ടിയിട്ട് യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ ബിരിയാണീൻ്റെ മസാലക്ക് എന്ന് പറയുമ്പോൾ കുരുമുളകും പച്ചമുളകിൻ്റെ എരിവും തന്നെയാണ് കൂടുതൽ നിൽക്കേണ്ടത്. ഇപ്പോൾ ഞാൻ അടിച്ച് വെച്ച മിക്സിയിൽ കുറച്ച് വെള്ളം കൂടെ ആക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നും ഞാൻ നല്ലോണം തന്നെ വാട്ടിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുറവ് മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക്. മഞ്ഞളും മുളക് പൊടിയും എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ചിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ യൂസ് ആക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മസാലൻ്റെ ഫ്ലേവർ എന്ന് പറയുന്നത് കുരുമുളകിൻ്റെ ഗരം മസാലൻ്റെ മാത്രമായിരിക്കണം കേട്ടോ. എന്നാലാണ് ബിരിയാണിക്ക് മസാലയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഞാനിതാ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വെള്ളത്തോടെ തന്നെ കേട്ടോ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് വേണമെങ്കിൽ വെള്ളം അധികമാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ വേവിക്കുമ്പോൾ വെള്ളം അധികമാണെങ്കിൽ പോലും ആ വെള്ളത്തോടെ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വറ്റിച്ചെടുത്താൽ മതി. അപ്പോഴാണ് നല്ല ബീഫിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഇതിലേക്ക് ഇറങ്ങുള്ളൂ. ഇപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച് കഴിഞ്ഞാൽ വെള്ളം അധികമാണെങ്കിൽ ബീഫ് ഒരിക്കലും നമ്മൾ ഊറ്റിയിട്ട് ഇതിലേക്ക് ഇടരുത് കേട്ടോ. അതിൻ്റെ വെള്ളത്തോടെ തന്നെ ഇടുക. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ വെള്ളം വേണ്ടിയിട്ട് കുക്കറിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം അധികമായി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വറ്റിച്ചെടുക്കുന്നോളൂ നമ്മളെ മസാലയ്ക്ക് ടേസ്റ്റ് കിട്ടുകയുള്ളൂ ചെയ്യും. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറച്ചു ഞാൻ മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ അടിച്ച് വെച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് അടിച്ച് വെച്ചിട്ട് ഒരു 10-15-20 മിനിറ്റോളം ഞാനിങ്ങനെ സിമ്മിലിട്ട് അടട്ടേക്കൂട്ടും മസാല വെച്ചേക്കും. അപ്പോൾ നമുക്ക് മസാലയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിതാ ബിരിയാണീൻ്റെ റൈസ് ഉണ്ടാക്കാം. അപ്പോൾ ഞാനിതിന് ഇവിടെ ജീരകശാല റൈസാണ് കേട്ടോ യൂസ് ആക്കുന്നത്. അപ്പോൾ ഞാനിത് കഴുകി ഊറ്റിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 കപ്പ് 250 ml 4 കപ്പ് അരി എടുത്തിട്ട് കഴുകി ഊറ്റി വെച്ച് കേട്ടോ. ഇനി നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പോട്ട് വെച്ചിട്ട് ഇതിലേക്ക് 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ മിക്സ് ആക്കിയെടുക്കാം. ഞാനിപ്പോൾ നെയ്യിൽ മാത്രമാണ് ആക്കിയെടുക്കുന്നത്. എന്നിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും കൂടെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്തെടുത്തിട്ട് ഇത് 3 കൂടെ റോസ്റ്റ് ചെയ്ത് ഞാൻ മാറ്റി വെക്കാൻ പോവാണ്.
അതേപോലെ ചില ആൾക്കാർ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത് ബിരിയാണിയൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നെയ്യ് എടുത്തിട്ട് അതിൽ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിലും നല്ലത് നമ്മൾ ഒരൊറ്റ എടുക്കൽ നെയ്യിൽ തന്നെ എല്ലാം കൂടെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതും നല്ലോണം വറുത്ത് കോരി മാറ്റി വെക്കാൻ പോകട്ടോ. ഒരു ബ്രൗൺ കളർ ആകുന്നവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പോലെ തന്നെ അണ്ടിപ്പരിപ്പൊക്കെ മാറ്റി വെച്ച പോലെ തന്നെ മാറ്റി വെക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുറവ് പെരുംജീരകവും ചെറിയ ജീരകവും, പിന്നെ ഒരു 5 ഏലക്ക കുത്തിയത്, പിന്നെ ഒരു 3-4 കറുവപ്പട്ടൻ്റെ പീസ്, അതുപോലെ ഒരു 5-6 ഗ്രാമ്പും 2 ബേ ലീഫും കൂടെ ഇട്ടെടുത്തിട്ട് ഇതെല്ലാം കൂടെ നെയ്യിലൊന്ന് പൊട്ടി വന്നാൽ നമുക്ക് അരിക്ക് കണക്കാക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 6 ഗ്ലാസ് വെള്ളം കേട്ടോ യൂസാക്കി കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ 1 കപ്പ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് യൂസാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 4 ഗ്ലാസ് അരി എടുത്തതിനെ കൊണ്ട് 6 ഗ്ലാസ് വെള്ളം യൂസാക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു നാരങ്ങൻ്റെ ഹാഫ് അതും കൂടെ പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ വെള്ളം നല്ലോണം തിളച്ച് വന്നാൽ ഇതിലേക്ക് നമ്മൾ കഴുകി ഊറ്റി വെച്ച അരിയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾ ഏത് കപ്പിലാണോ അരി എടുത്തത് ആ സെയിം കപ്പ് തന്നെ നമ്മൾ വെള്ളം മെഷർ ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നല്ലോണം എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ട് ഫസ്റ്റ് ഒരു 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതൊരു മീഡിയം ഫ്ലെയിം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെ ചോറൊക്കെ നല്ലോണം സെറ്റായി കിട്ടാം. വെള്ളമൊക്കെ വറ്റി ഒരു 80% മാത്രം നമ്മൾ ചോറ് കുക്ക് ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ ദമ്മിലങ്ങ് സെറ്റായിക്കോളും. ഇനിയിപ്പോൾ നമ്മൾ ദം ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളി, കാഷ്നട്ട്, കിസ്മസ്, ക്യാരറ്റ്, പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ഏടാക്കി കൊടുത്തിട്ടോ ചെറുതാക്കി കട്ട് ചെയ്ത്. എന്നിട്ട് ഞാൻ ഇതിലേക്കൊരു 1 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം കൈവച്ച് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇതിലേക്ക് എന്തായാലും ഗരം മസാല ഇടണം. ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. എന്നാലേ ദം ചെയ്താൽ ആ ചോറിനൊക്കെ കറക്റ്റ് ഫ്ലേവർ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ മസാല നല്ലോണം സെറ്റായി വെള്ളമൊക്കെ വറ്റി നമ്മൾ ഏടാക്കി കൊടുത്ത വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് ടെക്സ്ചറിലായി കിട്ടിക്കിട്ടാ. ഇനി നമുക്കിത് ദം ചെയ്യാൻ വേണ്ടി ഞാനിതാ മസാലിൻ്റെ മുകളിലേക്ക് ഒരു പീസ് ഫോയിൽ വെച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വാഴൻ്റെ ഇലയും വെച്ചെടുക്കുക. ഇത് രണ്ടും ചെയ്യാണ്ടും ദം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എനിക്കിങ്ങനെ എന്തെങ്കിലും ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് ദം ചെയ്യുന്നതാണ് ഇഷ്ടം. കാരണം മസാലയിൽ കിടന്ന് ചോറ് ഒരുപാട് ഇങ്ങനെ കിടന്ന് മസാലയൊക്കെ ഇടുന്നിട്ട് ഇങ്ങനെ മിക്സ് ആകുന്നത് എനിക്ക് വലിയ ഇഷ്ടമല്ല. ഇങ്ങനെ തന്നെ ദം ചെയ്യുന്നതാണ് നമുക്കൊക്കെ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം. അതേപോലെ നമ്മൾ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ എന്തായാലും ദം ഇടുമ്പം ഒന്നെങ്കിൽ വാഴൻ്റെ ഇലയോ ഫോയിലോ വെച്ചിട്ട് തന്നെയാണ് ദം ചെയ്തിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഫോയിൽ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റൈസ് ഇട്ട് കൊടുത്ത് ചോറ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച ഈ ഉള്ളിൻ്റെയൊക്കെ സംഭവമില്ലേ അതും ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാനിതാ ഒരു 3 ലെയറാക്കിയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബിരിയാണിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൂട്ടുന്ന പ്രോസസ്സ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ദമ്മിങ് തന്നെയാണ്. ദമ്മ് ഇട്ട് എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം തന്നെ ബിരിയാണിക്ക് ടേസ്റ്റ് കൂട്ടി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്ത് ബിരിയാണി വെക്കുമ്പോഴും ചിക്കൻ ആവട്ടെ ഫിഷ് ആവട്ടെ എന്ത് ബിരിയാണി ആണെങ്കിലും പോലും ദമ്മ് ചെയ്തിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ലെയറും ഇട്ടെടുത്ത് അതിൻ്റെ മുകളിലേക്ക് നെയ്യും കൂടെ വെച്ചെടുത്ത് ഞാൻ അടച്ച് വെച്ചിട്ട് ലോ സിമ്മിലിട്ടിട്ട് ഞാൻ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ എത്ര വെച്ചാലും പ്രശ്നമില്ല. എത്രത്തോളം വെക്കുന്നു അത്രത്തോളം നമ്മൾ ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഒരു അരമണിക്കൂറോളം ഇങ്ങനെ വെച്ചെടുത്തിട്ട് കേട്ടോ ദമ്മ്. എന്നിട്ട് ഞാൻ അരമണിക്കൂർ കഴിഞ്ഞേരം ദമ്മ് പൊട്ടിക്കാണ്. ഞാൻ പൊട്ടിച്ച് വേറൊരു പോട്ടിലേക്ക് ഇട്ടെടുത്തിട്ട് നല്ലോണം ചോറ് മിക്സാക്കി എടുക്കണം. അത് മിക്സാക്കുന്ന വീഡിയോ എന്നോട് എടുക്കാൻ മറന്നു വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ നമ്മൾ ബീഫിൻ്റെ ഈ ഒരു സംഭവം വന്ന് കിട്ടും. അതൊക്കെ നമ്മൾ എടുത്തിട്ട് ചോറിലിട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുത്ത് ലാസ്റ്റ് ബീഫും കൂടെ ഇങ്ങനെ മിക്സാക്കി എടുത്തിട്ടോ. ഇങ്ങനെ നമ്മളൊരു ഫോയിൽ വെച്ചതിനെ കൊണ്ട് തന്നെ ബീഫിലേക്ക് അധികം ചോറ് ഒന്നും വന്ന് വിൽക്കൂല. അപ്പോൾ തന്നെ നമുക്ക് നല്ല വൃത്തിക്ക് കഴിക്കാനും പറ്റും.
ഇനിതാ നമ്മളെ കല്യാണ വീട്ടിലേക്കൊക്കെ സെർവ് ചെയ്യൂലേ, ആദ്യം അടിയിൽ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചോറ് വെച്ചിട്ട് സെറ്റാക്കിയിട്ടല്ലേ നമ്മൾ കല്യാണ വീട്ടിലേക്ക് ഈ ബൊഫയൊക്കെ വരുന്ന മുന്നേ ബിരിയാണിയൊക്കെ സെർവ് ചെയ്യുന്ന അതേപോലെ നമുക്കിതാ ആദ്യം മസാല വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഞാൻ റൈസ് വെച്ചെടുത്ത് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കാക്കിയിട്ട് ഒന്നിങ്ങനെ സെറ്റാക്കി വെച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ 2 പീസ് ചിക്കൻ ഫ്രൈയും കൂടെ വെച്ചെടുത്ത് കിട്ടാം. പിന്നെ ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കുറച്ച് തൈരും സാലഡില്ലേ പിന്നെ അച്ചാറും കൂടെ ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിരിയാണി എങ്ങനെയൊക്കെ തിന്ന് തീർക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ബിരിയാണി. അതുമല്ല ഇങ്ങനെ ദം ചെയ്ത ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഞാനിതാ നമ്മളെ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചത് വേറൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. നല്ല ചൂടോടെ തന്നെ ഇങ്ങനെ എൻ്റെ പ്ലേറ്റിൽ നിന്ന് പൊക്കൊക്കെ പോകുന്നുണ്ടല്ലോ, നല്ല ചൂടോടെ തന്നെ ഇങ്ങനെ തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കാനും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബീഫൊക്കെ എത്രത്തോളം സോഫ്റ്റ് ആണെന്നുള്ളതൊക്കെ. ബിരിയാണി എനിക്ക് തോന്നുന്നത് പ്ലേറ്റിൽ വെച്ച് കഴിക്കുന്നതിനേക്കാളും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മൾ വാഴൻ്റെ ഇലയിലേക്ക് ഇങ്ങനെ കുറച്ച് നേരം പൊതിഞ്ഞ് വെച്ചിട്ടൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ബീഫൊക്കെ ഉണ്ടല്ലോ നല്ല സോഫ്റ്റായിട്ട് നല്ലോണം വെന്ത് കുക്കറിലും നമ്മൾ വേവിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ മസാലയിൽ ഇട്ടിട്ടും ഒരു അരമണിക്കൂറോളം തന്നെ ഇങ്ങനെ സ്ലോ കുക്ക് ചെയ്തെടുത്തല്ലേ, അതുകൊണ്ട് തന്നെ ബീഫൊക്കെ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്